ഇന്ന് മസാലകളൊന്നും വഴറ്റാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഇതാ 4 മുട്ട പുഴുങ്ങിയത് 2ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, കൂടെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ മുട്ടയുടെ പീസിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഈ തയ്യാറാക്കിയെടുത്ത ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കണം. ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിലാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് എല്ലാതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു മാവ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കടലപ്പൊടി, കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയേ. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂണാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നിറച്ചെടുത്ത ഓരോ മുട്ടയുടെ പീസും ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 2 സൈഡും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.